ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഹബീബിന്റെ പ്രാർത്ഥന കണ്ടുകൊണ്ട് പറഞ്ഞു, നബിയേ, മദിനബിയെ, മദിനബിയെ, അള്ളാഹു നിങ്ങളെ കൈവടിയില്ല നബിയെ. എന്തൊരു പ്രാർത്ഥനയാണ് നബിയെ, ഇത്രത്തോളം അങ്ങ് ചോദിച്ച് വിഷമിക്കേണ്ടതുണ്ടോ? നമ്മൾ ദ്വാരക്കുന്നുണ്ടോ? നമ്മൾ വോട്ട് ചെയ്യാനൊക്കെ റെഡിയാണ്, പക്ഷെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് മനസ്സുകൊണ്ട് അള്ളാഹുലേക്കായോ? നമ്മുടെ ഖൽബിൽ നിന്നൊരു ദുആ വരുന്നുണ്ടോ? ഭൗതിക സാഹചര്യങ്ങളൊക്കെ കാര്യകാരണങ്ങൾ സഹിതം നമ്മൾ നിറവേറ്റേണ്ടവരാണ്. അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. പക്ഷേ ഒരു ദുആ കൂടി വേണം. ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി റഹ്മത്തുള്ളാഹി അലൈഹി സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി ചൈന വരെ നീണ്ടു നിൽക്കുന്ന മധ്യേഷ്യക്കപ്പുറത്തേക്ക് ചൈനയുടെ കവാടങ്ങളിൽ വരെ ഇസ്ലാമിന്റെ ദൗത്യവുമായി പോകുമ്പോൾ ചോദിക്കും, നമ്മുടെ സൈന്യത്തിലുണ്ടോ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി? താബിഈങ്ങളിൽ പ്രമുഖനാണ്, മുഹദ്ദിസാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. യുദ്ധം നടക്കാൻ പോകുമ്പോ മഹാനായ ഖുതൈബ തങ്ങൾ ചോദിക്കും ആളുകളോട്, എവിടെയാണ് മുഹമ്മദ് ഇബ്നു വാസിഅ? എവിടെയാണ് മുഹമ്മദ് ഇബ്നു വാസിഅ? അവർ നടന്നു നോക്കൂ. കുന്തം ഭൂമിയിൽ കുത്തിവെച്ച് അതിന്റെ മീതെ കൈവച്ച് വിരലുകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അല്ലാഹുമ്മ നസ്റക്, അല്ലാഹുമ്മ നസ്റക്, റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ രക്ഷ വേണം എന്ന് ദുആ ഇറക്കുന്ന മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ തലേന്ന് യുദ്ധം നടക്കാൻ പോവാ, പിറ്റേന്ന് യുദ്ധം നടക്കാൻ പോവുക, തലേന്ന് രാത്രിയാണ് ഈ പ്രാർത്ഥന. അനുയായികൾ വന്ന് ഖുതൈബ തങ്ങളോട് പറയും, മുസ്ലിം സൈന്യത്തിന്റെ നേതാവിനോട് മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കണ്ടു. വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅൻ ഖൈറുൻ ഇൻദി മിൻ 100,000 ശാബിൻ ഷഹീരിൻ വ100,000 സൈഫിൻ തരീർ. 1,00,000, ചില റിവായത്ത് 1,000, 1,00,000 ചുറുചുറുക്കുള്ള യോദ്ധാക്കളായ ചെറുപ്പക്കാരും 1,00,000 മൂർച്ചയുള്ള ആയുധവും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഈ യുദ്ധത്തിൽ സഹായമാകുന്നത് ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅൻ, അല്ലാഹുവിന്റെ അർശിലേക്ക് ഉയരുന്ന മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരുടെ പ്രാർത്ഥനയ്ക്കുയരുന്ന വിരലുകളാണ്. ആ വിരലുകളാണ് 1,00,000 യുവാക്കൾ എന്റെ കൂടെ അണിനിരക്കുന്നതിനേക്കാളും 1,00,000 സൈന്യം എനിക്ക് സഹായം ലഭിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ മഹാന്റെ പ്രാർത്ഥനയാണ്. സൗഫ തുൻസറൂൻ, ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ ബാഹിലി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയാണ് ഇസ്ലാമിന്റെ വിജയങ്ങളൊക്കെ ഉണ്ടായത്. ആ പ്രാർത്ഥനയുടെ മധുരം നമ്മൾ അറിയാതെ പോയാൽ അത് ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ്. സുജൂദിൽ കിടന്ന് മണ്ണിൽ കിടന്ന് നെറ്റി വെച്ചിട്ട് റബ്ബേ സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലാഹുവേ ഞാൻ മണ്ണിനോളം താഴെയാണ്, ഞാൻ മണ്ണിനോളം താഴെയാണ്, മണ്ണിനാൽ പടക്കപ്പെട്ടവൻ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് ഇനി മണ്ണിലേക്ക്, ആ മണ്ണിൽ നിന്ന് തന്നെ അള്ളാഹു ഒരിക്കലൂടെ ജന്മം തരാൻ പോകുന്ന അള്ളാഹുവേ നിന്റെ സൃഷ്ടികളിൽ ദുർബലമാണ് റബ്ബേ മനുഷ്യൻ. അള്ളാഹുവേ ഞാൻ മണ്ണിലേക്ക് എന്റെ തല വെക്കുമ്പോൾ നിന്റെ വജ്ഹ് ഉയരങ്ങളിൽ തന്നെയാണ്. സുബ്ഹാന റബ്ബിയൽ അഅലാ, നീ ഏറ്റവും ഉന്നതിയിലാണ്, ഞാനാണെങ്കിലോ ഫി അസ്ഫലിസ് സാഫിലീൻ. സുജൂദ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ പറയുന്ന ദിക്റിന്റെ അർത്ഥമല്ലേ, നമ്മൾ താഴെയാണ്, നീ മേലെയാ പഠിച്ചവനെ. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അഹങ്കാരിയാവാൻ പറ്റുമോ? സുജൂദ് ചെയ്യുന്ന ആ പ്രാർത്ഥന ചൊല്ലുന്ന ഒരാൾക്ക് ധിക്കാരമുള്ള വാക്ക് പറയാൻ കഴിയുമോ? അല്ലാഹുവേ ഞാൻ ഒന്നുമല്ല കേട്ടോ. 3 തവണയാണ് നമ്മൾ ആ ദിക്ർ ചൊല്ലുന്നത് ഓരോ സുജൂദിലും. 17 റക്അത്തുകളിൽ 2 വീതം സുജൂദുകളിലായി സുബ്ഹാനല്ലാഹ് 34 സുജൂദുകളിലായി നമ്മൾ ചൊല്ലുകയാണ് 3 തവണ വീതം. എത്രയാണ്? അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ ഉന്നതനാണ് റബ്ബേ. ആ പ്രാർത്ഥന നമ്മുടെ രക്ഷിതാവിന്റെ മുമ്പിൽ വിനയാന്വിതരായി നമ്മുടെയൊക്കെ നിസ്കാരം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യശീബുൽ മർഉ ഫിൽ ഇസ്ലാം വലം തുഖ്ബൽ ലഹു സ്വലാത്തു യൗമിൻ. ചില ആളുകൾക്ക് മുസ്ലിമായി ജനിച്ച് പ്രായാധിക്യത്തിലേക്ക് നരബാധിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു ആയുസ് കൊടുക്കും. പക്ഷേ വലം തുഖ്ബൽ ലഹു സ്വലാത്തു യൗമിൻ, ഒരു ദിവസത്തെ നിസ്കാരം പോലും ആ മനുഷ്യന്റേത് അല്ലാഹു സ്വീകരിക്കാനിടയില്ല. മനസ്സെവിടെയോ ആണ്, ചിന്ത എവിടെയോ. ആകെ 5 നേരമാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ആ നേരത്ത് പോലും നമ്മുടെ മനസ്സ് അല്ലാഹുവിന് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത് അത്യപൂർവമായ ഒരു നിധിയാണ് നമ്മുടെ പ്രാർത്ഥന. ഈ ഒരു ശക്തി. അരിഹനാ ബിഹാ യാ ബിലാൽ,
ബിലാലേ ബിലാലേ നിസ്കാരത്തിന് വാങ്ക് വിളിക്കൂ ബിലാലേ, നിസ്കാരം നിലനിർത്താം, നമുക്ക് നിസ്കരിക്കാം, അങ്ങനെ മനസ്സമാധാനം ഉണ്ടാവട്ടെ ബിലാലേ, വാങ്ക് വിളിക്കൂ, നമുക്ക് നിസ്കരിക്കാം എന്ന് ഉദ്ദേശിച്ച് നബി തങ്ങൾ പറയുന്ന വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ നിസ്കാരം കൊണ്ട് നമുക്കൊരു വിശ്രമത്തിലേക്ക് കടക്കാം. നിസ്കാരം കൊണ്ടൊരു വിശ്രമം, മനസ്സിനൊരു വിശ്രമം. കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്, ഹബീബായ നബി തങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഹബീബ് ചെയ്യുക. കുസൂഫിന്റെയും ഖുസൂഫിന്റെയും, സൂര്യഗ്രഹണം നടക്കുമ്പോ ചന്ദ്രഗ്രഹണം നടക്കുമ്പോ നിസ്കാരമുണ്ട്. സ്വലാത്തുൽ കുസൂഫ്, സ്വലാത്തുൽ ഖുസൂഫ്, മഴ കിട്ടാതെ വന്നാൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ. യുദ്ധം നടക്കുമ്പോ 10ഓളം യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും എനർജൈസ് ചെയ്യുന്ന എനർജിയാണ്, എനർജൈസറാണ് നിസ്കാരം. അതാണ് നമ്മുടെ ഊർജം. ശത്രുക്കൾ മുമ്പിൽ വാളുമായി അമ്പുമായി കുന്തവുമായി മുഖാമുഖം നിൽക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി, ബാക്കിൽ സ്വഹാബിമാർ 2 സഫായിട്ട് നിസ്കരിക്കും. ആദ്യത്തെ സഫ് സുജൂദിലേക്ക് പോകുമ്പോ ബാക്കിലെ സഫ് സുജൂദിൽ പോകാതെ നിൽക്കും, അവിടെ കാവൽക്കാരെ പോലെ. പക്ഷെ അവര് നിസ്കാരത്തിലാണ്, അവരാർക്കും കൈ ഉയർത്താൻ കഴിയില്ല. ഹബീബിന്റെ കൂടെ അവര് നിസ്കരിക്കുന്നു. എപ്പോ ശത്രുക്കൾ മുമ്പിൽ വെടിവെക്കാൻ നിൽക്കുകയാണ്, അവര് അമ്പെയ്യാൻ നിൽക്കുന്നു, വാളുകൊണ്ട് യുദ്ധം തുടങ്ങാനിരിക്കുന്നു. 10 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങൾ സ്വലാത്തുൽ ഖൗഫ് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം. 10 യുദ്ധങ്ങളിൽ ഹബീബായ നബി തങ്ങൾ ആ നിർവഹിച്ച നിസ്കാരത്തിന്റെ ആ ഒരു ഗൗരവം ആലോചിച്ചു നോക്കൂ. നമുക്ക് സുബ്ഹി കിട്ടുന്നില്ല, ജുമുഅക്ക് അവസാനം ഇമാമിന്റെ 2ാമത്തെ റുക്ഉ കിട്ടിയാൽ ഫഖദ് അദ്റകൽ ജുമുഅ എന്ന് വിചാരിച്ച് ഓടുകയാണ്. മുസല്ല പിടിച്ചിട്ട് എവിടെയെങ്കിലും പള്ളിയുടെ മൂലയിലോ മുറ്റത്തോ ഇരുന്ന് എഴുന്നേറ്റ് പോരുന്നു. ഒരാഴ്ചത്തേക്ക് അള്ളാഹു നമ്മളെ വിളിച്ച ഒരു ജുമുഅക്ക് നമുക്ക് നേരമില്ല. 5 നേരത്തെ നിസ്കാരങ്ങൾ നമുക്ക് ഭാരമാകുന്നു. കയറിറങ്ങുമ്പോഴേക്കും എന്തോ ഒരു തടസ്സം പോലെ. എവിടെയാണ് ഇതിന്റെ ആനന്ദം? നമുക്ക് നഷ്ടപ്പെടുന്നു. പ്രാർത്ഥനയുടെ മധുരം, ഇതൊരു മധുരമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ദീർഘമായ നിസ്കാരം നടത്തുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുമായിരുന്നു. ഉസ്മാനേ, യാ മൻ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ മാലാഖമാര് പോലും നാണിച്ചു പോകുന്ന ഹയാ ഉള്ള ഉസ്മാനെ, എങ്ങനെ നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്ന് ചോദിച്ചപ്പോ വല്ലാഹി ലൗ തഹുറത് ഖുലൂബുനാ മാ ശബിഅനാ മിൻ കലാമില്ലാഹ്, ഇത് വല്ലാതെ ചിന്തിപ്പിക്കേണ്ട ഒരു മറുപടിയാണ്. നമുക്കൊരു ഖുർആൻ ഓതണമെങ്കിൽ ഇപ്പൊ ഷഅബാൻ, ഇത് റജബായി, ഷഅബാൻ കഴിഞ്ഞ് റമളാനാകണം. ഒരു ഖതം തീർക്കണമെങ്കിൽ, ഖുർആൻ കാണണമെങ്കിൽ, ഖുർആൻ ഓതണമെങ്കിൽ, ഒരു യാസീനോ തബാറക്കയോ അൽ കഹ്ഫ് ഓതി കഴിഞ്ഞാൽ ആയോ? അള്ളാഹുവിന്റെ വചനങ്ങൾ തീർന്നോ? 6236 വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിന്റെ കലാമിൽ നമ്മൾ എത്ര ഓതുന്നുണ്ട്? റമളാൻ അല്ലാത്ത സമയങ്ങളിൽ, റമളാനിൽ പോലും അതിന് സാധ്യമല്ലെങ്കിൽ യാ വൈലതാ, ഇതിലും വലിയ നഷ്ടമുണ്ടോ? അള്ളാഹു നമുക്ക് അവന്റെ വചനങ്ങളുടെ മധുരമറിയാൻ തൗഫീക്ക് നൽകട്ടെ. ഉസ്മാൻ തങ്ങളുടെ മറുപടി, ലൗ തഹുറത് ഖുലൂബുനാ, നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ, മാ ശബിഅത് മിൻ കലാമില്ലാഹ്, അല്ലാഹുവിന്റെ വചനം ഓതുവാനോ കേൾക്കുവാനോ നിസ്കാരത്തിൽ ചൊല്ലുവാനോ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ വചനം നമുക്ക് മടുക്കില്ലായിരുന്നു. അപ്പൊ എന്താ മടുപ്പ് വന്നത്? ഖൽബിലൊക്കെ വേറെ പലതും കയറിക്കൂടിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്ത പലതുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, ഒരു ഇമാമിന്റെ കീഴിൽ നിൽക്കുമ്പോൾ തൊട്ടരികത്തിരിക്കുന്ന ആളിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിരിക്കാം, ഇപ്പുറത്തുള്ളവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചില്ലെന്ന് വരും. സുബ്ഹാനല്ലാഹ്, ആ പ്രാർത്ഥനയുടെ നിസ്കാരത്തിൽ എന്ന് പറയുന്ന നമ്മുടെ നൃത്തവും, ആ ഓരോ നൃത്തത്തിലും നമ്മുടെ അനക്കത്തിലുമുള്ള നമ്മുടെ ദിക്റുകൾ, ആ പൊസിഷൻ, ഇതൊക്കെ ഭയങ്കരമാണ്. ഞാനതിന്റെ സയൻസ് പറയില്ല, അത് പറഞ്ഞാൽ ചിലപ്പോൾ നിസ്കരിക്കാൻ ആവേശം കൂടിയെന്ന് വരും, പിന്നെ ഇഖ്ലാസ് നഷ്ടപ്പെടേണ്ട, ആ വഴിക്കേ പോകുന്നില്ല. അതിന്റെ സൈക്കോളജി, ഇതിൽ കിട്ടുന്ന നമ്മുടെ മനസ്സിന് കിട്ടുന്ന മാനസികമായ ഉല്ലാസം, ശാരീരികമായി കിട്ടുന്ന ഉത്തേജനം, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആത്മീയമായത് മാത്രമേ നോക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ താബിഅൻ, അതൊക്കെ അത് ശേഷം വരികയാണെങ്കിൽ വന്നോട്ടെ. നമ്മുടെ ലക്ഷ്യം ആത്മീയമാണ്. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഇരുന്ന് വെള്ളം കുടിച്ചാൽ നല്ലതാന്ന് സയൻസ് പറയും, എന്നാ പിന്നെ ഇരുന്നിട്ട് അത് സുന്നത്താണ്. ഔവലൻ വ ആഖിറൻ, അത് സുന്നത്താണ്, അത് ചെയ്യാം. പിന്നെ ബാക്കിയതിന്റെ ഗുണം വരട്ടെ, വരാണ്ടിരിക്കട്ടെ. മുസ്ലിം മുഅ്മിൻ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളിൽ മഹാനായ ഹുസൈൻ എന്നവരുടെ മകനുണ്ട് അലി തങ്ങള്.
അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവര്, അവരുടെ മകന്റെ പേര് അലിയാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്, മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ എന്നവരെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചരിത്രം നമ്മൾ പറയുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. നമ്മളൊരു കൊതുകടിച്ചറിഞ്ഞു അല്ലേ? ഒരു ഫോൺ റിങ് ചെയ്ത് വൈബ്രേഷൻ ആയാൽ പടച്ചോനെ ആരാ വിളിച്ചിട്ടുണ്ടാവുക? കസ്റ്റമർ ആവോ, ഇന്നയാളാവോ, അതാവോ? വീടിന് തീ പിടിച്ചപ്പോ മഹാനായ ഹുസൈൻ ഇബ്നു അലി തങ്ങൾ നിസ്കാരത്തിൽ സുജൂദിലാണ്. ജനങ്ങളെല്ലാവരും ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, യബ്ന റസൂലില്ലാഹ് അന്നാർ അന്നാർ, യബ്ന റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയെ, തങ്ങളെ തീ പിടിച്ചിട്ടുണ്ട്, ഓടി രക്ഷപ്പെട്ടോളൂ. ഫയർ ഇവാക്യുവേഷൻ ഏതൊരു മോഡേൺ നഗരത്തിന്റെയും പ്രത്യേകത ഫയർ സേഫ്റ്റി ബിൽഡിങ്ങുകൾക്ക് ഉണ്ടാവും അല്ലേ? നമ്മളൊക്കെ സ്കൂളുകളിൽ, ഗൾഫ് നാട് ഇവിടെ ഉണ്ടായിരിക്കാം, ഒരു മിനിമം ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഫയർ ഇവാക്യുവേഷൻ ട്രെയിനിങ്, ഒരു ട്രയൽ റണ്ണിങ്, വെറുതെ ഒരു ബെല്ലടിപ്പിച്ചിട്ടെങ്കിലും ഫയർ ഉണ്ടായാൽ എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് മക്കളെ പഠിപ്പിക്കും. തീ പിടിച്ചാൽ അതിനപ്പുറം വേറെ വിഷയമില്ലല്ലോ, ഓടി രക്ഷപ്പെടണ്ടേ, അത് ഓടാനുള്ള വഴി. പിന്നെ ജീവനെ പേടിയുള്ള ആളുകൾ വലതജിദന്നഹും അഹറസന്നാസി അലാ ഹയാ, സുബ്ഹാനല്ലാഹ്. അൽ ഹരീഖ് യബ്ന റസൂലില്ലാഹി അന്നാർ, റസൂലുള്ളാഹിന്റെ മോനെ, പേരക്കുട്ടി ഹുസൈൻ അലി ഇബ്നു ഹുസൈൻ എന്നവരെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സുജൂദിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ കിടന്ന് തീ അണഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, മല്ലദി അൽഹാക അൻഹാ, എന്തേ നിങ്ങൾ ഓടാതിരുന്നത്? എല്ലാവരും ഓടിയിട്ട് നിങ്ങൾ എന്തേ ഓടാതിരുന്നത്? അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ തീയിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്, പിന്നെ എനിക്ക് ഓടാൻ തോന്നിയില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു മറുപടിയാണ്. ഞാൻ തമാശയിൽ പറയാറുണ്ട്, നിസ്കരിക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ അല്ല ഐഫോൺ എക്സ് ഒക്കെ മുമ്പിൽ മുസല്ലിട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന ആൾക്കാരെ, ആ ഫോൺ എടുത്ത് ഓടിയവൻ പിന്നാലെ ഓടൂലേ? ആ തക്ബീറിന് അത്രയ്ക്കല്ലേ ഉറപ്പുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്നാൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെരുപ്പൂരി വരുന്നത്. പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പിട്ട് പള്ളിക്ക് വരുമ്പോഴേ എല്ലാ തവക്കലിൻ്റെ റബ്ബേ തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ ഹുത്ബ ഓതുന്ന ഉസ്താദിൻ്റെ ചെരുപ്പ് വരെ കട്ടുകൊണ്ടുപോകണം. അപ്പം നമ്മളെ തവക്കുലാക്കിയ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പോരുന്നുണ്ട്, അത്ര തവക്കുലാക്കി പേഴ്സ് അവിടെ വെച്ച് പോരും, നമ്മൾ പോരുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ സംഭവം വലിയ വ്യത്യാസമുണ്ട്, നമ്മൾ ചെയ്ത് കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ. അങ്ങനെ പേഴ്സ് അയച്ചു പോരെന്നല്ല ഞാൻ പറഞ്ഞതേ, അതിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉറപ്പ്. പുതിയ വണ്ടിയാണെങ്കിൽ പിന്നെ ദിക്റൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ പഴയ 980 മോഡലാണെങ്കിൽ യാസീൻ ഓതിയിട്ടാണ് പിന്നെ പോവുക. അപ്പം നമ്മളൊരു ഭൗതികതയിലേക്ക് നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ട്, സ്വാഭാവികമായി ഇങ്ങനെയാണ് ഇല്ലെന്നാണ്. അസ്ബാബുകളൊക്കെ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്, പക്ഷേ പ്രാർത്ഥന അതുമായി ബന്ധിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, ഏത് നേരവും എപ്പോഴും അൽഹാനി അന്നാറുൽ ഉഖ്റാ, മറ്റേ ആ നരകത്തിന്റെ തീയാണ് ഞാൻ ഓർത്തുപോയത്, അതുകൊണ്ട് എനിക്ക് തല ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവേ, നമുക്കൊക്കെ അങ്ങനെ ഒരു നിസ്കാരത്തിന്റെ ആനന്ദം നൽകണേ തമ്പുരാനെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്നഹ്, പണ്ഡിതന്മാരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുടെ നേതാവാണെന്ന് ഹബീബ് പറഞ്ഞ സ്വഹാബിയാണ് 34 വയസ്സിൽ വഫാത്തായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നത്തി ബിറത്വത്തി ഹജരിൻ എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞ സ്വഹാബി. നിസ്കാരത്തിലെ മനുഷ്യന്റെ അലംഭാവം, എന്നാൽ അതിൽ കാണിക്കേണ്ട ആ മധുരം അറിയേണ്ട വിധം നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടി മഹാനായ മുആദ് എന്നവർ പറഞ്ഞൊരു ഉപദേശമുണ്ട്. അതൊരു വല്ലാത്ത ഉപദേശമാണ്. മൻ അറഫ മൻ അലാ യമീനിഹി വമൻ അലാ ശിമാലിഹി വഹുവ ഫിസ്വലാത്തി മുതഅമ്മിദൻ ഫലാ സ്വലാത ലഹ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിൽക്കുന്ന ആളുകളെ മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആരാ എൻ്റെ വലതുഭാഗത്തുള്ളത്, ആരാ എൻ്റെ ഇടതുഭാഗത്തുള്ളത്? നമ്മൾ ഒറ്റക്കായിരുന്നു, ഇപ്പുറത്തൊരാൾ വന്ന് ചേർന്നു, ആ ചേർന്ന് വന്ന ആൾ ആരാണ്? ഇത് മനഃപൂർവ്വം നമ്മൾ നമ്മുടെ സൈഡിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു പോവുകയാണെങ്കിൽ ഫലാ സ്വലാത ലഹ്, ആ നിസ്കാരത്തിന് അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് അഴിച്ചുപണി ചെയ്യേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, അതിലൊരു യോഗാഭ്യാസത്തിനൊക്കെ എന്താ കോൺസെൻട്രേഷൻ. ആ കാലും മടക്കിയുള്ള ഇരുത്തൊക്കെ ഇരിക്കണ കണ്ടാൽ സുബ്ഹാനല്ലാഹ്. ട്രെയിനർ പറയാം, 1/2 മണിക്കൂർ ഈ നൃത്തം നിൽക്കണേ, കണ്ണുപൂട്ടിയിട്ട് അവിടെ ഇരിക്കും 1/2 മണിക്കൂർ, ഒരു ചിന്തയും വരില്ല. നിസ്കാരത്തിൽ ഇരുന്ന് നോക്കി എന്തൊക്കെ കഥ വരും, എന്തൊക്കെ.
അബൂ ഹനീഫ തങ്ങളുടെ കഥ പണ്ട് ചരിത്രം പറയാറുണ്ട്, നമ്മളൊരിക്കൽ അനുസ്മരിച്ചതാണ്. എന്നാലും അബൂ ഹനീഫ തങ്ങളോട് ഒരാൾ വന്ന് പരാതി പറയാണ്, ഇമാമേ, ഞാൻ എൻ്റെ കാശ് ഭൂമിയിൽ എവിടെയോ കുഴിച്ചിട്ടിരുന്നു. പണ്ട് നിധികളാണല്ലോ, ആ കുഴിച്ചിട്ട സ്ഥലം മറന്നുപോയി, ഒരു പരിഹാരം. മഹാനവറുകൾ പറഞ്ഞു, ഇതൊന്നും ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിഷയമല്ല, കർമ്മശാസ്ത്ര പണ്ഡിതന മഹാനായ അൽ ഇമാമുൽ ആദം അല്ലേ. പക്ഷെ മഹാൻ പറഞ്ഞു, എന്നാലും റസൂലുള്ളാഹി തങ്ങൾ ഇദാ ഫസഅഹു അംറുൻ ഹസബ ഇല സ്വലാ അല്ലേ, ഇദാ ഹസബഹു അംറുൻ ഫസഅ ഇല സ്വലാ, ഹബീബായി തങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ നബി നിസ്കരിക്കാറ്. നീ പോയിട്ട് 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന രാത്രി, 2ാമത്തെ റക്അത്തിൽ ഇവന് ഓർമ്മ വന്നു എന്നാ, അപ്പോഴും കൈയഴിച്ചു ഓടിയെന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇമാമിനോട് ചെന്ന് പറഞ്ഞു, സമാധാനം സന്തോഷം അങ്ങനെ ഉണ്ടാവില്ല, പറഞ്ഞ് നടന്നു. ഇമാം പറഞ്ഞു, എനിക്കറിയാമായിരുന്നടോ, ജന്മത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാത്ത നിന്നെ അതിൻ്റെ മധുരം അറിഞ്ഞാൽ നീ നിർത്തൂല എന്ന് ഇബ്ലീസിനറിയാം, അതുകൊണ്ട് അവൻ വന്ന് ഓർമ്മിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ പോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബിയും മഹാനായ റബീഅ ഇബ്നു ഖുസൈം തങ്ങളെ പോലെയുള്ള പ്രഗൽഭരായ താബിഈങ്ങളുടെ ഉസ്താദുമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, മാ ദുംത ഫീ സ്വലാത്തിൻ ഫഅൻത തഖറഉ ബാബൽ മലിക്, പ്രാർത്ഥനാ നിബദ്ധമായ മനസ്സുമായി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ, തക്ബീറിന്റെ പ്രത്യേകത അല്ലാഹു അക്ബർ, നമ്മുടെ അല്ലാഹുവേ നീയാണ് വലിയവൻ, ബാക്കിയൊക്കെ ബാക്കിലാണ്. ഈ തട്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ, തട്ടണം എന്നല്ല പറയണത് കേട്ടോ, അതിൽ അങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് മഹാന്മാർ പറയും. അതിൻ്റെ ഒരു സിറതാണ് അല്ലാഹു അക്ബർ, റബ്ബേ നീ വലുതാണ്, നീ അല്ലാത്തതൊക്കെ ചെറുതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നത്. നമ്മളെങ്ങാനും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രാർത്ഥനയിൽ കയറുമ്പോൾ തഖറഉ ബാബൽ മലികി, രാജാവിന്റെ അള്ളാഹുവിന്റെ രാജാധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൊട്ടാരവാതിലാണ് നമ്മൾ മുട്ടുന്നത്. വമൻ ഖറഅൽ ബാബ യുഫ്തഹു ലഹു, ആ വാതിൽ മുട്ടുന്നവർക്ക് തുറക്കപ്പെടും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ രാജാവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലാവട്ടെ, മസ്ജിദിലാവട്ടെ, എവിടെയാവട്ടെ. അതുകൊണ്ടാണ് അലക്സിസ് കാർലൽ എന്ന് പറയുന്ന ദ അൺനോൺ എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവന്റ് സീൻ എനിത്തിങ് ഇൻ മെഡിസിൻ മോർ പവർഫുൾ ദാൻ പ്രയർ. അദ്ദേഹം ഒരു മുസ്ലിം ഒന്നുമല്ല, പക്ഷെ അദ്ദേഹം പറയാ, എത്രയോ രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ശിഫയാവാത്ത രോഗികൾ പ്രാർത്ഥന കൊണ്ട് ശിഫയായിട്ടുണ്ട്. അദ്ദേഹം പറയാ, പ്രാർത്ഥനയോളം പവർഫുൾ ആയ ഒരു മെഡിസിൻ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അലക്സിസ് കാർലൽ, അദ്ദേഹം മുസ്ലിം അല്ല, പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു കരുത്തുണ്ടെന്നാണ്. ശബ്ദം കൊണ്ട് ചികിത്സയുണ്ട്. ചെറിയൊരു ഭാഗം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പരിപാടിക്ക് സംസാരിച്ചിരുന്നു. ആൽഫ്രഡ് ടൊമാറ്റിസ് ആണ് ഇത് കൊണ്ടുവന്നത് ലോകത്താദ്യമായി. സൗണ്ട് ഹീലിംഗ്, ശബ്ദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. ഏത് രോഗിക്കും ശരീരത്തിന് പ്രതിരോധം, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ പ്രകൃതിദത്തമായ ശബ്ദം, നല്ല ശബ്ദം, അവര് ചിലപ്പം ചില മ്യൂസിക് കൊടുക്കും. നമ്മുടെ ഡോക്യുമെൻ്ററി പ്ലേ ചെയ്തു, ആ മ്യൂസിക്കും പാട്ടൊക്കെ മുട്ടൊക്കെ ഒന്ന് ഒഴിവാക്കണേ ഇൻഷാ അല്ലാഹ്. അത് ശരിയായിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ റാഹത്താണ്, പക്ഷെ അതും കൂടെ അതിൻ്റെ ആളുകളൊന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. പ്രകൃതിദത്തമായ ശബ്ദം, അതായത് സസ്യലതാദികൾക്കിടയിലൂടെ കാറ്റിന്റെ ശബ്ദം, പക്ഷികളുടെ കളകൂജനം, അരുവികളുടെ മനോഹരമായ ശബ്ദം. അതൊക്കെ പറയണേ ഓണംപള്ളി ഉസ്താദിനെ വേണം അതിൻ്റെ ഒറിജിനൽ മലയാളം കിട്ടണമെങ്കിൽ. എനിക്ക് എന്താ പറയലെന്ന് അറിയില്ല. വളരെ മനോഹരമാണ്, ഇരുത്തി പുകഴ്ത്തി പറയാ എന്ന് തോന്നുന്നു. മലയാള ഭാഷയുടെ ഒരു ഭംഗി ഒന്ന് സമദാനി സാഹിബിൻ്റെയും ഓണംപള്ളി ഉസ്താദിൻ്റെയും ആ സംസാരം കേട്ടാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ സ്വന്തം ഭാഷയ്ക്ക് ഇത്ര മധുരമുണ്ടോ? അതും വേദ പറയുമ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും അല്ലേ, ഒരു കവിതാലാപനമൊന്നും അല്ലല്ലോ, പക്ഷെ വളരെ വടിവത്ത ഭാഷ. മാഷാ അല്ലാഹ്. സംസ്കൃതത്തിൽ PG എടുത്തൊരു മഹാനാണ് ഓണംപള്ളി ഫൈസി ഉസ്താദ് അവറുകൾ. അൽഹംദുലില്ലാഹ്, അതൊക്കെ നമുക്കൊരു വലിയ തൗഫീഖാണ്. സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വളരെ മനോഹരമായ പ്രകൃതിയിലെ ശബ്ദം, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു രോഗിയെ കേൾപ്പിച്ചാൽ ആ രോഗിക്ക് രോഗം ശിഫയാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ എന്ത് മണ്ടത്തരം പറയണം തോന്നിപ്പോകും. ഇത് ലോകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്ന ചികിത്സയാണ്. സൗണ്ട് ഹീലിംഗ് എന്നാ പറയാ. അൽ ഇലാജു ബിസ്സൗത്സ്, ശബ്ദം കൊണ്ടുള്ള ചികിത്സ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അല്ലാഹു തആല പറയാ,
വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളിലൂടെ കരുണയും ചികിത്സയും ഞാൻ നൽകുന്നുണ്ട്. നുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആൻ മൊത്തത്തിൽ, തബ്ഈദിന്റെ മിന്നല്ലത്. ഖുർആൻ, വിശുദ്ധ ഖുർആൻ മുഴുവൻ ചികിത്സയാണ്. മനസ്സിന്, ശരീരത്തിന്, ആത്മാവിന്, രോഗത്തിന്, എല്ലാറ്റിനുമുള്ള ചികിത്സയാണ്. അത് പറഞ്ഞപ്പോഴാണ് മുസ്ലിമീങ്ങളായ ചില സയന്റിസ്റ്റുകൾ എന്നാ പിന്നെ സൗണ്ട് ഹീലിംഗ് ഖുർആൻ കൊണ്ടങ്ങ് ചെയ്താൽ എന്താ? എത്രയോ ആളുകൾക്ക്, ബ്ലഡ് ക്യാൻസർ വന്ന ആളുകൾക്ക് റൂം അടച്ചു വെച്ചൊരു ഖുർആൻ MP3 നിരന്തരം പ്ലേ ചെയ്ത് 2 ആഴ്ച 3 ആഴ്ച. എനിക്ക് ഓർമ്മയുള്ളൊരു സംഗതി കൂടി ഉണ്ട്. നമ്മുടെ ദുബൈ ഹോസ്പിറ്റലിൽ, നമ്മുടെ എടപ്പാളിൽ ഒരു ചെറുപ്പക്കാരൻ അത്യാസന്ന നിലയിൽ, ബറാഹ ഹോസ്പിറ്റലിൽ ദുബൈയിൽ അദ്ദേഹം ഉണ്ടായ സമയത്ത് സന്ദർശിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഡോക്ടർമാരൊന്നും ഫ്ലൈറ്റിൽ അദ്ദേഹത്തെ ട്രീറ്റ്മെന്റിൽ, നാട്ടിൽ 23-24 വയസ്സായിരുന്നു. പെട്ടെന്ന് എന്തൊന്നില്ലാത്തൊരു അസുഖം, മൾട്ടിപ്പിൾ ഓർഗാൻ ഫെയിലിയർ, ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊരു ചികിത്സ ചെയ്ത് നോക്കുകയാണ്, നിങ്ങൾ സമ്മതിക്കണം, കുഴപ്പമൊന്നുമില്ല എന്ന്. റൂമിൽ അവരൊരു സ്ക്രീനുണ്ട്, ഖുർആൻ പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 10 ദിവസം കൊണ്ട് ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നടന്നു എന്നതാണ് അത്ഭുതം. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. അത് ദൈവന്റെ നാട്ടിലേക്ക് വന്നു. ഇപ്പം എന്താ കഥ എനിക്കറിയില്ല, കല്യാണം കഴിയാനിരിക്കെ അങ്ങനെ എന്തൊക്കെയോ വലിയൊരു വിഷമമുള്ളൊരു ചെറുപ്പക്കാരന് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആയിരക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാഹു ആഖിറ നന്നാക്കി കൊടുക്കട്ടെ. ആമീൻ. അതൊരു അത്ഭുതമാണ്. നമ്മളൊക്കെ ചെയ്തു നോക്കി. ചികിത്സ പലതും ചെയ്യാം. അലോപ്പതി കൊണ്ട് മാറാത്തവർക്ക് ഹോമിയോ കൊണ്ട് മാറിയെന്നവരും, അല്ലാത്തവർക്ക് യുനാനി കൊണ്ട് മാറിയെന്നവരും, അല്ലെങ്കിൽ വല്ല നാടൻ മരുന്ന് കൊണ്ട് മാറിയെന്നവർ, അല്ലെങ്കിൽ റുഖിയ കൊണ്ട് മാറിയെന്നവർ. ഖുർആൻ എന്തായാലും ചികിത്സിക്കണം. ബാക്കി ഡോക്ടർ കണ്ടോളൂ, അതിന് കുഴപ്പമില്ല. തദാവോ യാ ഇബാദല്ലാഹ്, അള്ളാഹിന്റെ പടപ്പുകളെ നിങ്ങൾ രോഗത്തിന് ചികിത്സിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ വചനങ്ങളിലുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളിൽ ചികിത്സയുണ്ട്, ദുആകളിൽ ചികിത്സയുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് തങ്ങൾ, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലുണ്ടല്ലോ, മുത്തുനബി തങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എവിടെയാണോ വേദന വരുന്നത് ആ വേദന വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ വലത് കൈ വെക്കാൻ കഴിയുമെങ്കിൽ ആ കൈ വെച്ചിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ, അല്ലാഹുവേ എനിക്ക് അനുഭവിക്കുന്ന പ്രയാസവും വേദനയും നിന്റെ പരിശുദ്ധമായ ഇസ്സത്തിനെ മുൻനിർത്തി ഞാൻ ആ വേദനക്ക് നിന്നോട് ശമനം ചോദിക്കുന്നു റബ്ബേ എന്ന് 7 പ്രാവശ്യം ചോദിച്ചാൽ, ഒരു രോഗിയുടെ തലയിൽ കിടക്കുന്ന ഒരു രോഗി, ആ രോഗിയുടെ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് 7 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു ശിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് അതുകൊണ്ട് ശിഫ കിട്ടും, ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാദാ മുജറബ്, സ്വഹാബികൾ പറയാൻ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണിത്. നമ്മൾ ഡോക്ടറെ കണ്ടോളൂ, എന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ഒരു മഹത്വം അവിടെ മറന്നു പോകല്ലേ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടട്ടെ. നമ്മുടെ രോഗിയാണ് ഏറ്റവും നല്ലത്. അത് കഴിയില്ലെങ്കിൽ ഒരാൾ ഓതി കൊടുക്കുക, ഇല്ലേ ഒരു MP3 പ്ലേ ചെയ്യുക, റെക്കോർഡ് ചെയ്ത് കേട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്ന നൃത്തമാണത്. സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ നൽകിയ അംഗവിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യുതനായ അള്ളാഹുവേ, ഞാൻ നിന്റെ മുമ്പിൽ അള്ളാഹു അക്ബർ, റബ്ബേ നീയല്ലാത്ത മറ്റെല്ലാം ചെറുതാണ്, നീ മാത്രം വലുതാണ്, ഏറ്റവും വലിയവനാണ്, അള്ളാഹു അക്ബർ. നിസ്കാരത്തിൽ മാത്രമാണ് അള്ളാഹു അക്ബർ എന്ന് പറയാം. അള്ളാഹുവിന്റെ പേരിൽ അക്ബർ ഇല്ല. അള്ളാഹുവിന്റെ പേര് കബീറാണ്, കാരണം ബാക്കിയൊക്കെ ചെറുതാണ്, അള്ളാഹുവാണ് വലുത്. ഏറ്റവും വലുതെന്ന് പറയുന്നത് അള്ളാഹുവേ. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ, ജോലികൾ ചെയ്തു തീർക്കാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ ആ ജോലികളെക്കാളൊക്കെ വലുത് അള്ളാഹുവേ നിന്റെ വിഷയമാണ്. അതാണ് നമ്മൾ അക്ബർ എന്ന പ്രയോഗം. അത് കമ്പാരിറ്റീവ് സൂപ്പർലറ്റീവ് പ്രയോഗമല്ലേ, അഫ്ളലു തഫ്ളീൽ എന്നല്ലേ പറയാ. അല്ലാഹു അക്ബർ, റബ്ബേ നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ അള്ളാഹിന്റെ വിഷയം ഏറ്റവും വലുതാണെന്ന്? മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിക്ക് അത് സാധ്യമാകാതെ ആ മഹാനുഭാവൻ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം തുർക്കിക്കാരനായിരുന്ന മഹാനായ അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആ ദൗത്യമേറ്റെടുത്ത് 12,000 സൈന്യവുമായി 3.5 ലക്ഷം വരുന്ന സൈന്യത്തോട് അദ്ദേഹം അർമീനിയയുടെ ഭാഗത്ത് പടപൊരുതുമ്പോ മഹാനായ ആ പണ്ഡിതനോട്, ആ മഹാനായ നേതാവിനോട്, അലബ് അർസലാൻ തങ്ങളോട്, തുർക്കി നാമമാണത്, ധൈര്യമുള്ളവൻ, ധീരൻ എന്നാണ് ആ വാക്കിനർത്ഥം, അർസലാൻ.
മഹാനായ അലബ് അർസലാൻ തങ്ങളോട് അന്നത്തെ പ്രഗത്ഭനായ ആലിം ഒരു വാക്ക് പറഞ്ഞു. അലബ് അർസലാൻ, നിങ്ങൾ പിന്മാറുകയാണോ? നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് മരണം വരില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ യുദ്ധം ചെയ്താൽ മരിച്ചു പോകുമെന്ന് പേടിച്ചോടുകയാണോ? ഇവിടെ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ നിങ്ങൾക്ക് മരണം വരില്ലയോ? നിങ്ങൾക്ക് ഈ ലോകത്തെ യും പരലോകത്തെ നരകവുമാണോ വേണ്ടത്? ചില ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തോട്, നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും? 3.5 ലക്ഷം വരുന്ന അർമാനൂസ് എന്ന് പറയുന്ന റോമൻ രാജാവിനോടുള്ള യുദ്ധമാണത്. ചിലർക്ക് പറഞ്ഞു, വെറുതെ അല്ലേ, എന്തിനീ 12,000 കൊണ്ടുപോയി കുരുതി കൊടുക്കണം, നമുക്ക് പിന്തിരിയാം. ആലിം ചോദിച്ച ചോദ്യമാണ്. അലബ് അർസലാനെ, നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സമയമെത്താതെ മരണം വരുമെന്ന് തോന്നുന്നുണ്ടോ? ബഗ്ദാദ്, ഡമസ്കസ്, മദീന, ഖൈറോ, കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ പ്രമുഖമായ ഇസ്ലാമിന്റെ 5 നഗരങ്ങളിൽ സൈന്യം വിന്യസിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിന്റെ അടയാളങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി റോമൻ സീസർ അർമാനൂസ് ചെയ്ത ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും ഭീകരമായ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയാണിത്. മഹാനായ അലബ് അർസലാൻ തങ്ങളോട് ഉപദേശം, അലബ് അർസലാനെ, നിങ്ങൾ യുദ്ധം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. മിമ്പറിൽ ഖതീബുമാർ കയറുകയും അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സ ജുൻദക വ കലിമതക ഇലാ യൗമിദ്ദീൻ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിന്റെ ദീനിനെ തുടച്ചു നീക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കാൻ പോകുന്ന ഈ സമുദായത്തിന്റെ പ്രതിനിധികളെ നീ സഹായിക്കണേ റബ്ബേ എന്ന് ഖുതുബയിൽ ഇമാമുമാർ പ്രാർത്ഥന നടത്താനുള്ള ഏകദേശ സമയം കണ്ടാൽ നിങ്ങൾ യുദ്ധം ആരംഭിച്ചോളൂ. ജുമുഅന്റെ ഖുതുബ ഫലസ്തീനിലും ഷാമിലും ഇറാഖിലും ഡമസ്കസിലും മദീനയിലും ജസീറത്തുൽ അറബിലും ജുമുഅ നടക്കുന്ന സമയത്താണ് അർമീനിയയിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധം നടന്നത്. 12,000 യോദ്ധാക്കളുമായി 3.5 ലക്ഷം വരുന്ന ആളുകളോട്. ആ യുദ്ധം വിജയിച്ചിട്ട് അർമാനൂസ് എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ രാജാവിനെ കൊണ്ടുവന്ന് ബന്ദിയാക്കി കൊണ്ടുവന്നപ്പോ അർമാനൂസ് ചോദിച്ചു, അല്ല അലബ് അർസലാൻ, നിങ്ങളുടെ സൈന്യം എവിടെ പോയി? ഇത്രയുള്ളൂ സൈന്യം എന്ന് പറഞ്ഞു. ഇവരല്ലല്ലോ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്, ഇത്രയുള്ളൂ ഞങ്ങളുടെ സൈന്യം. മുസ്ലിം ക്യാമ്പിലേക്ക് വന്നപ്പോ 12,000, 3.5 ലക്ഷത്തെ നയിച്ച ആളാണ് അർമാനൂസ് എന്ന് പറയുന്ന സീസറായ റോമൻ ഭരണാധികാരി. അലബ് അർസലാൻ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അല്ല, ലഖദ് റഅയ്തു ജിബാല അർമീനിയ സാലത് ബിൽ ജുയൂഷിൽ ബീദ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അർമീനിയയുടെ മലമടക്കുകളിൽ നിന്ന് വെളുത്ത വസ്ത്രം ധരിച്ച കോടിക്കണക്കിന് ആളുകൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരാണ് എന്നെ പിടിച്ചുകൊണ്ടുപോയത്. അവരെ ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ. നബിയെ, അള്ളാഹുവിന്റെ സൈന്യത്തിന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എവിടെന്നാണ് ഈ വിജയമുണ്ടായത്. നമ്മൾ വിചാരിക്കും ന്യൂനപക്ഷങ്ങൾക്ക് വിജയം വേണം, ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് വിജയം വേണം, എല്ലാവർക്കും സമാധാനം വേണം. ആ സമാധാനത്തിന് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാനിരിക്കുന്നു. സാധ്യമായ എല്ലാ പരിശ്രമവും ചെയ്ത് വോട്ടവകാശത്തിലൂടെ ഈ രാജ്യത്തിന്റെ അധികാരം മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു പാർട്ടിയുടെ കൈകളിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അല്ലാഹുമ്മ റബ്ബൽ മുസ്തദഅഫീൻ, അല്ലാഹുമ്മ യാ മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, കാരുണ്യവാനെ, നീ ഞങ്ങൾക്ക് തുണയേകണമെന്ന് നമ്മുടെ ഉമ്മമാരുടെ മുസല്ലകളിൽ നിന്ന്, നമ്മുടെ പള്ളി മെഹ്റാബുകളിൽ നിന്ന്, നമ്മുടെ ഇമാമമാർ ഖതീബുമാർ നമ്മുടെ മിമ്പറുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി, ലോക മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാതെ പോയാൽ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ, നിങ്ങൾ പ്രാർത്ഥിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ലവലേശം വകവെക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു ഹബീബിനോടാണ് പറയുന്നത്, പരിശുദ്ധ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാ, ഹബീബായ നബി തങ്ങൾ പരിഹാരം കണ്ടത് പ്രാർത്ഥനയിലാണ്, നിസ്കാരത്തിലാണ്. ഫർള് മാത്രമല്ല, റവാത്തിബുകൾ, സുന്നത്തുകള്. ജുമുഅ കഴിഞ്ഞാൽ ഓടാൻ, നിസ്കാരം കഴിഞ്ഞാൽ ഓടി എഴുന്നേൽക്കുകയാണ്. ആരോ പിടിച്ചിട്ട പോലെ ആ ഒരു മധുരം നമ്മൾ നുകരുന്നുണ്ടോ? എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ തക്ബീർ ചൊല്ലി നിൽക്കാൻ ഒരു വിഐപിന്റെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്ര കാത്തിരിക്കണം? അള്ളാഹു എന്ന വിവിഐപികളെ ഉണ്ടാക്കിയവൻ അള്ളാഹു റബ്ബു ജല്ല ജലാലു. ആ റബ്ബിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് അവന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തക്ബീർ ചൊല്ലി ഖിബിലയിലേക്ക് മുസല്ല വിരിച്ച് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ആ തമ്പുരാൻ നിന്നിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നു.
നിങ്ങളായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ മുഖം തിരിക്കുന്നവരെ അല്ലാഹു മുഖം തിരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സംസാരം നമുക്ക് ഇങ്ങോട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ എടുത്തു വെച്ച് ഓത്. നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ചെന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്ക്. രണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഇത്രയും രക്ഷിതാവുമായി, ഉടമസ്ഥനുമായി, സൃഷ്ടാവുമായി, സൃഷ്ടികളെ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ട് നമുക്കൊന്നത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണത്. മെട്രോ ഓടുന്നുണ്ട് അല്ലേ, അതൊക്കെ എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട്? ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. പക്ഷെ വലിയൊരു സംവിധാനം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം വരൂലേ? നമുക്കൊക്കെ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് അള്ളാഹുവിനോട് എടുക്കാൻ ഇത്ര ഈസി ആയിട്ട് പടച്ചവൻ തന്നിട്ട് നമ്മൾ ഉരുണ്ട് കളിക്കാൻ. അള്ളാഹുവേ, ഇതൊരു വലിയ നഷ്ടമായിരിക്കും. പടച്ച തമ്പുരാൻ ആ പ്രാർത്ഥനയുടെ മധുരം നമുക്ക് നൽകട്ടെ. അള്ളാഹു മധുരം നൽകട്ടെ, അള്ളാഹു മധുരം നൽകട്ടെ. ഈ മധുരം അനുഭവിച്ച ആളുകളുടെ ചില ചരിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ 40 വർഷം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ലെന്ന് വളരെ പരസ്യമായി ലോകത്തോട് പറയാൻ ധൈര്യം കാണിച്ച ഇമാം, ഫുഖഹാ ഉസ്സബ്അ എന്ന് പറയുന്ന മദീനയിലെ പ്രഗൽഭരായ ഫുഖഹാക്കളിൽ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിൽ ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന് ഒന്നാമത്തെ തക്ബീറിൽ 40 കൊല്ലത്തെ 5 നേര നിസ്കാരം എനിക്ക് നഷ്ടമായിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മദീനയുടെ ജന്നത്തുൽ ബഖയിലേക്ക് എത്തിയാൽ അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. സുബ്ഹാനല്ലാഹ്. കണ്ണിന്റെ കാഴ്ച പോയിട്ട് ശിഷ്യന്മാര് പറഞ്ഞു, ഗുരു വാദിൽ അഖീഖിലേക്കൊന്ന് പോയി നോക്കാം. മദീനയുടെ ഒരൽപ്പം കാതങ്ങൾക്കപ്പുറത്ത് നല്ല ഒരൽപ്പം പച്ചപ്പുള്ള പ്രദേശമാണത്. കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയപ്പോ മഹാനായ ഹദീസ് പണ്ഡിതനാണ്, ഫഖീഹാണ്, പ്രഗൽഭനായ പണ്ഡിതനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് വാദിൽ അഖീഖിലേക്കൊന്ന് പോയി നിങ്ങളുടെ കണ്ണ് ആ ഒരു പച്ചപ്പൊന്ന് കണ്ടാൽ കണ്ണിന് ആശ്വാസമായേക്കും, ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങോട്ട് വരുന്നില്ല. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 1000 കൂലിയുള്ള നിസ്കാരം നഷ്ടപ്പെടുത്താനോ? കണ്ണു പോയാൽ എന്താ, എനിക്ക് എൻ്റെ ഹബീബിന്റെ പള്ളിയിലെ നിസ്കാരം നഷ്ടപ്പെടരുത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഹറമിലൊക്കെ പോകുന്നുണ്ട് അൽബേക്ക് തിന്നാൻ വേണ്ടിയിട്ട്, ഹറമിന്റെ ചുറ്റുകൂടുക, KFC തിന്നാൻ വേണ്ടിയിട്ട്. ആത്മാവിന്റെ ഭക്ഷണം കിട്ടുമ്പോൾ അവിടെ സംസമിന്റെ കുളിർമയുള്ള ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു പിഞ്ചു പൈതലിന്റെ കാലിനടിയിൽ ഒരു ഉമ്മയുടെ മനസ്സിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തെളിനീരായി തന്ന പരിശുദ്ധ ജലമുള്ളിടത്ത് നമ്മൾ ഓടുകയാണ് കൊക്കക്കോളയും പെപ്സിയും കുടിക്കാൻ. നഷ്ടല്ലേ നമ്മുടെ പല യാത്രകളും? അവിടെയുള്ള മധുരം നമ്മൾ അറിയുന്നുണ്ടോ? ഹമാമുൽ ഹറം 30 വർഷം പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ ചടഞ്ഞിരുന്ന് പഠിക്കുക എന്ന് പറയില്ലേ, ചടഞ്ഞിരുന്ന് പഠിക്കുക. ഇന്ന് അതിനൊന്നും ആളെ കിട്ടൂല. ദർസ് പോലും 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ ഫാരിയ എവിടെ വല്ല ഏറ്റവും പെട്ടെന്ന് ഫാരിയാൻ പറ്റിയ കോഴ്സ്, എന്നാൽ പിന്നെ ഹൈദരാബാദിലേക്ക് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഡൽഹിക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് UP-യിൽ, അല്ലെങ്കിൽ നമുക്ക് വാരാണസി പോകാം, അല്ലെങ്കിൽ ജയ്പൂർ, എവിടെയാണോ 1 കൊല്ലം കൊണ്ട് ഒരു ടൈറ്റിൽ ബാക്കിൽ ഒരു വാല് വെക്കാൻ പറ്റുന്നത് കിട്ടുക, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് വരിക. പഠിക്കാനൊന്നും കുട്ടികൾ റെഡിയില്ല. ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിൽ മടി വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പഠിക്കാൻ റെഡിയാകുന്നില്ല. മഹാനായ അഫ്തസുൽ അൻഫി ഖസീറുൽ ഉനുഖി അഅ്വറൽ ഐനി അഅ്റജർ റിജ്ലി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന മഹാനായ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു എത്യോപ്യക്കാരനായ അടിമയാണ്. കഴുത്ത് കുറുകിയ ആള്, ഹൈറ്റ് കുറഞ്ഞ ആള്, കറുകറുത്ത് കാന ദമീമൻ, കാണാൻ ഒരു ഭംഗിയുമില്ലാതിരുന്ന, മുഖമാകെ വളരെ വികൃതമായ രൂപമുണ്ടായിരുന്ന, മൂക്ക് ചപ്പിയിരുന്ന, ഒരു കണ്ണിന് കാഴ്ചയില്ല, ഒരു കാലിന് നടക്കാനുള്ള ശേഷിയില്ല. ഒരു ശാരീരിക വൈകല്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിന്റെ ബഹുഭൂരിഭാഗം സമ്മേളിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ പരിശുദ്ധമായ മക്കയിലെ ഹറമിൽ 30 കൊല്ലം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ലോക പണ്ഡിതനായ ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖലീഫ മൻസൂർ വരുമ്പോ ആ മഹാനായ പണ്ഡിതന്റെ വീടിന്റെ വാതിൽക്കൽ ഫത്വ ചോദിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ക്യൂ കണ്ടപ്പോ ഖലീഫ മൻസൂർ മക്കളോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ വാപ്പ മൻസൂറിന്റെ അധികാരമല്ല അധികാരം, അതാഇന്റെ അധികാരം. ഈ ജ്ഞാനത്തിന്റെ വലുപ്പം കണ്ടോ?
കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ഒരു കാലത്ത് മക്കക്കാരി പെണ്ണിന്റെ അടിമയായിരുന്ന ആ മഹാനുഭാവൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലെ 30 കൊല്ലം ചെയ്ത ഇബാദത്തിന്റെ ഫലമായി അള്ളാഹു കൊടുത്ത സ്ഥാനം കണ്ടോ? അത്വാ ഇബ്നു അബീ റബാഹിന്റേതാണ് അധികാരം, ഇതാണ് ഖിലാഫത്ത്, എന്റേതല്ല എന്ന് ആ മഹാനുഭാവന്റെ വീട്ടിലേക്ക് ചൂണ്ടി രാജാക്കന്മാരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു. പരിശുദ്ധ ഹറം, ആ പരിശുദ്ധ ഹറമിലെ മുദർരിസാണ്, ആഴ്ചയിൽ ദർസ് നടത്തി പോകുന്ന ആളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ വരുന്ന തങ്ങള്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് തങ്ങളുടെ മോനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ത്വായിഫിലാണ് വീട്, ദർസ് മക്കയിൽ. ആളുകൾ ചോദിച്ചു, മക്കയിൽ നിങ്ങൾക്കൊരു വീട് വെച്ചുകൂടെ? എന്തിനാ ത്വായിഫിൽ പോയി വരുമ്പോ പ്രയാസമല്ലേ നിങ്ങൾക്ക്? പറഞ്ഞു, പരിശുദ്ധമായ മക്കയിൽ ഓരോ നന്മകൾക്കും അള്ളാഹു ലക്ഷങ്ങൾക്ക് കൂലി നൽകുമെങ്കിൽ അവിടെ നടക്കുന്ന തെറ്റുകൾക്കും അള്ളാഹു ഇരട്ടിക്കിരട്ടിയായി ശിക്ഷയും നൽകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഇബാദത്ത് അള്ളാഹുവിന്റെ ഹറമിലാകട്ടെ, എന്റെ ദർസ് പരിശുദ്ധമായ ഹറമിലാകട്ടെ, എന്റെ വീട്ടിൽ നമ്മൾ മക്കളോട് കുശലം പറയും, വീട്ടുകാരോട് തമാശ പറയും. അനാവശ്യ വർത്തമാനങ്ങൾ, ചീത്ത പറച്ചിലല്ല, അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. അത് അള്ളാഹുവിന്റെ ഹറമിൽ വെച്ചാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളോട് മനസ്സിൽ തോന്നുന്ന ഈ ബഹുമാനം ഹൃദയത്തിനുള്ളിലെ ഈമാനിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ തവാഫ് ചെയ്യുന്നുണ്ട്, സെൽഫി എടുത്തിട്ട് ഹറമിൽ ഹബീബായ നബി തങ്ങളുടെ മുഖത്തേക്ക് ബാക്കാക്കിയിട്ട് സെൽഫി എടുക്കുക. ആരെ കാണിക്കാനാണ് നിങ്ങൾ ഈ കൊണ്ടുവരുന്നത്? ആർക്കായി ഫോട്ടോ കാണിക്കാൻ പോകുന്നത്? പരിശുദ്ധ ഹബീബിന്റെ പള്ളിയിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ വർത്തമാനം പറയുന്നു, ഫോൺ ചെയ്യുന്നു, നാട്ടുവർത്തമാനങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ومن يعظم شعائر الله فإنها من تقوى القلوب. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ മഹാനായ റബീഅ ഇബ്നു ഖുസൈം തങ്ങൾ, ഇദാ സജദക അന്നഹു ഥൗബുൻ മത്റൂഹ് ഫതജീഉൽ അസാഫീർ ഫതഖഉ അലൈഹി. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, ആ മഹാനെ കുറിച്ചാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, യാ റബീഅ ലൗ റആക റസൂലുള്ളാഹി ലഅഹബ്ബക. റബീഅ, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നുവെന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട്, താബിഈയായ സ്വഭാവശുദ്ധിയുണ്ടായിരുന്ന റബീഅ തങ്ങളോട് പറഞ്ഞ ആ മഹാനുഭാവൻ സുജൂദിൽ വീണുപോയാൽ കഅന്നഹു സൗബുൻ മത്റൂഹ്, അഴിച്ചുമാറ്റപ്പെട്ട ഒരു വസ്ത്രമാണെന്ന് തോന്നിപ്പോകുമത്രേ. എന്നിട്ട് പ്രാക്കളും കിളികളും വന്ന് ആ മഹാന്റെ ദേഹത്തിരിക്കുമായിരുന്നു. സുജൂദിലാണ്. നമുക്കൊക്കെ അങ്ങനെ ഒരു സുജൂദ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇമാമു സുജൂദ് നീട്ടിയാൽ നമുക്ക് ഇനിയിപ്പോൾ റമളാനാ വരുന്നത്. സൂപ്പർ ഫാസ്റ്റും ടൗൺ ടു ടൗണും പോയിന്റ് ടു പോയിന്റ് ഒക്കെ, സൂപ്പർ ഡീലക്സ് ഫാസ്റ്റ് പാസഞ്ചറൊക്കെ നോക്കി നടക്കുന്നത് ആൾക്കാർ. അവിടെ അരമണിക്കൂറുണ്ട് തറാവി തീരും. ഇവിടെ ആ ഉസ്താദ് 20 മിനിറ്റ് കൊണ്ട് തീർക്കുന്നുണ്ട്. നിങ്ങൾ ആ തറാവി നിസ്കരിക്കണ്ട. അങ്ങനെ എന്തിനു സമയമില്ലാത്ത, അത് നിർബന്ധമല്ലല്ലോ. സമയം ഉണ്ടാക്കി അള്ളാഹ്ക്ക് വേണ്ടി കുറച്ച് സമയം, ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ. റമളാനിലെങ്കിലും നമുക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഇരുന്നോളേ. എന്നാലും ആ നിസ്കരിക്കണ ഉസ്താദിനും കുറ്റം കിട്ടും, ബാക്കിൽ നിൽക്കണ മഅ്മൂമിങ്ങൾക്കും കുറ്റം ഉണ്ടാവും. മഅ്മൂമിങ്ങൾ നിരപരാധികളാണ്. പക്ഷെ ഈ ഫാസ്റ്റ് പാസഞ്ചർ ആക്കിയിട്ടില്ലെങ്കിൽ ഉസ്താദ് പണി പോകുമെന്ന് വിചാരിച്ചിട്ടായി ചെയ്യുന്നത്. അങ്ങനെ പണി പോയാൽ എന്താ? അലം തക്കുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ. അള്ളാഹിന്റെ റിസ്ക് അവിടെ മാത്രം കിടക്കാം. അത്ര സമയമില്ലാത്തവർ എന്തിനാണ് നിൽക്കുന്നത്? ഇമാം ഒരു ദീർഘമായ സൂറത്ത് ഓതിയാൽ, ഇമാമു ഖൗമിൻ മഹ്സൂരീൻ, ഒരു നാട്ടിൽ യാത്രക്കാർ വരുന്ന പള്ളിയെക്കുറിച്ചല്ല പറയുന്നത്. ഒരു ഗ്രാമത്തിലെ ആ നാട്ടുകാർ കൂടുന്നൊരു പള്ളിയിൽ ഒരൽപ്പം കൂടുതൽ, ഒരു 8-10 ആയത്തുകളൊക്കെ ഉള്ളൊരു സൂറ ഓതിയാൽ അപ്പോഴേക്കും പരാതി, കുഴങ്ങിപ്പോയി. നമുക്ക് ആനന്ദം അനുഭവിക്കാത്തത് കൊണ്ടാണ് മുഅ്മിനെ. ആനന്ദം ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ വചനം കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് മതി വരില്ലായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ഓതുകയാണ്. സുബ്ഹി നിസ്കാരത്തിലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് തങ്ങൾ മഅ്മൂമിങ്ങളിലുണ്ട്. വഇന്നീ ലഫീ ആഖിറ സുഫൂഫ്, ഞാൻ ആ പള്ളിയിലെ ഏറ്റവും ബാക്കിലെ സഫിലാണ്. വഹുവ യഖറഉ ഖൗലല്ലാഹ് قال إنما أشكو بثي وحزني إلى الله. അല്ലാഹുവേ, എൻ്റെ സങ്കടം, എൻ്റെ മകൻ യൂസുഫ് നഷ്ടമായതിൻ്റെ വിഷമം അലൈഹിസ്സലാം, അല്ലാഹുവേ ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ. ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്.
ഹബീബ് ആയ നബി തങ്ങളുടെ സ്വഹാബിമാർ ഈ ആയത്തിനെടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ അടക്കമുള്ളവർ വല്ലാഹി ലൗ അലിമ യഅഖൂബു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അല്ലാഹു പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മഹാൻ ഈ വാക്കിന് പകരം തർജിആൻ അവിടെ ചെയ്യുമായിരുന്നത്. ഇരിക്കട്ടെ, ഖാല ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ എന്റെ സങ്കടം എന്റെ വിഷമം ഞാൻ നിന്റെ കോടതിയിൽ ബോധിപ്പിക്കുന്നു റബ്ബേ. ആ ആയത്തോതി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുന്ന മനസ്സിന്റെ വിങ്ങൽ സഫിന്റെ അറ്റത്ത് നിന്ന് ഞാൻ കേട്ടുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു തആല അൻ. മനസ്സ് വിങ്ങണം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ. എപ്പോഴെങ്കിലും ആളുകൾ കാണാൻ വേണ്ടി കരയണ്ട, ആൾക്കാരുടെ മുമ്പിൽ കരയും വേണ്ട. ആൾക്കാരുടെ മുമ്പിലൊക്കെ ഉണ്ടാക്കി കരയൽ ഇദക്തമലത്തിൽ ഖുലൂബു ശർറൻ, ഹൃദയത്തിനുള്ളിൽ ഷർറ് കുമിഞ്ഞുകൂടിയാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കരയാൻ പറ്റും മഹാന്മാർ പറയാ. അതൊരു വലിയ മോശമാണ്. ഉണ്ടാക്കി കരയണ്ട, കരച്ചിൽ വന്നു പോയാലൊക്കെ. നമ്മുടെ നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമുക്കങ്ങനെ കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ നരകം തൊടാതെ പോകുന്ന രണ്ട് കണ്ണുകൾ. ആ ശരീരത്തിന് നരകല്ല എന്നതിന്റെ അർത്ഥം. ഏത്? ഐനാനി ബകതാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന രണ്ട് കണ്ണുകൾ. ആ കരച്ചിൽ കാരണം അല്ലാഹു അവർക്ക് നരകശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹമമത്തുൽ ആബിദ് തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു. താബിഈങ്ങളിലെ പ്രമുഖനായ ആബിദാണ്, ആലിമാണ് മഹാനായ ഹമമത്തുൽ ആബിദ് റളിയല്ലാഹു അൻഹു. അവരോടൊരു ചോദ്യം, മാ അഫ്ളലു അമലിക അല്ലദീ തർജൂ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഏറ്റവും നല്ല കർമ്മം എന്താണ്? ഏറ്റവും നല്ല കർമ്മം നമുക്ക് എങ്ങനെ ഉണ്ട്? പലരും പറയില്ലേ നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ല, അതിന് പരിഹാരം പറയാൻ പോവാ ഇൻഷാ അല്ലാഹ്. അതൊക്കെ കിട്ടും. അല്ലാഹു നമുക്ക് സഹായം നൽകട്ടെ. നമ്മളൊന്ന് പരിശ്രമിക്കണം. ആർക്കാനും വേണ്ടി ഓക്കാനിച്ച നടക്കൂലേ. നമുക്കത് വേണമെന്ന് തോന്നണം. എന്നിട്ട് നിസ്കാരത്തിൻ്റെ ഒരു മധുരം അറിയണം. അത് ചിലപ്പോൾ ഇമാമ് സലാം വീട്ടല്ലേ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു പോകും. നിസ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നില്ല, കുറച്ചുകൂടെ എൻ്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെയുള്ള ആളുകൾക്ക് ആ മധുരം അറിയാൻ കഴിയും. അത് ദുന്യാവിൽ അനുഭവിക്കാത്തവർക്ക് ഹുരിമൽ ബറക, ആ മനുഷ്യന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ഒരു ബറക്കത്താണത്. എന്താണ് ഹമമത്തുൽ ആബിദേ? നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പറയാനുള്ള ഏറ്റവും നല്ല കർമ്മം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനുഭാവൻ താബിഈയായ മഹാൻ കൊടുത്ത മറുപടി, മാ ഫാതതനി സ്വലാത്തുൻ ഇല്ലാ വ അന മുസ്തഇദ്ദുൻ ലഹാ, ഏതൊരു നിസ്കാരം ആസന്നമാകുമ്പോഴും ഞാൻ അതിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മളിവിടെ ഓർക്കുകയാണ്. ഏത് സമ്മേളനം പരിപാടിയാണെങ്കിലും നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചോ, പരിപാടിയൊക്കെ നിർത്തിക്കോളി, നിസ്കരിച്ചിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. നമ്മൾ കുറച്ചെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ പോരെ, മതി. ആ അഡ്ജസ്റ്റ്മെന്റ് മഹാന് നിൽക്കൂല. ഏറ്റവും വലിയ ഔല സുമ്മ ഔല ഇബാദത്തല്ലേ ഫി അവ്വലി വഖ്തിഹാ, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത്രയും ആളുകളുണ്ടാകുമ്പോൾ വലിയൊരു ജമാഅത്തായില്ലേ, അത് അഫ്ളലുൽ വഖ്തിൽ തന്നെ നിർവഹിച്ചാൽ വലിയ കൂലിയല്ലേ, എന്തിനാ അതൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? അതൊക്കെ ഒരു വല്ലാത്ത ഒരു മനക്കരുത്താണ്. അല്ലാഹു മഹാന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സ്വർഗ്ഗം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ സ്വറഫ്തു മിൻ സ്വലാത്തിൻ ഖത്തു ഇല്ലാ കുൻതു അശ്വഖ ഇലൈഹാ മിൻ ഹൈതു കുൻതു ഫീഹാ. ഒരു നിസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുവേ അടുത്ത നിസ്കാരത്തിന്റെ നേരമൊന്നായെങ്കിലെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കൊതിച്ചു പോകാറുണ്ട്. ഇതന്നെ എൻ്റെ മുമ്പിലുള്ള വലിയ അമൽ, അത്രയേ ഉള്ളൂ. ആനന്ദത്തോടുകൂടെ ഞാൻ വരാറുള്ളത്. അതാണ് പ്രാർത്ഥനയുടെ മധുരം എന്ന് നമ്മൾ ഇന്നത്തെ ചർച്ചക്ക് നമ്മൾ ടൈറ്റിലിടാൻ കാരണം. അമഹാൻ പറഞ്ഞു, ലൗലാ അന്നല്ലാഹു അൻസലൽ ഫറായിദ മുതഖത്തിഅതൻ ബൈനൽ ഔഖാത്ത്, അല്ലാഹു തആല 5 നേര നിസ്കാരങ്ങളെ വിവിധങ്ങളായ സമയങ്ങളിൽ നിശ്ചയിച്ചു. സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഈ സമയങ്ങളിൽ അല്ലാഹു നിശ്ചയിക്കാതെ പകൽ മുഴുവനും നിസ്കാരമാകുമായിരുന്നുവെങ്കിൽ ലഅഹബബ്തു അൻ നകൂന ലൈലി വനഹാരി സാജിദൻ റാകിഅൻ ലില്ലാഹ്, എൻ്റെ രാവിലും പകലിലും അല്ലാഹുവിനെ റുകൂഅ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. മിഅ്റാജിന് ഹബീബ് പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല കൊടുത്ത നിസ്കാരം എത്രയാണ്? 50 വഖ്ത് അല്ലേ? അത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമാണ്
ഈ ഉമ്മത്തിന് വേണ്ടി ഹബീബായ തങ്ങളോട് അള്ളാഹുവിനോട് തഖ്ഫീഫിനെ ചോദിക്കൂ നബിയെ, ലഘുവാക്കി തരാൻ പറയൂ നബിയെ. 50 വക്ത് സാധ്യമല്ലെന്ന് പറഞ്ഞ് 9 തവണയുള്ള നിരന്തരമായ പോക്കുവരവിനിടയിലാണ് അത് 5 ആക്കി ചുരുങ്ങിയത് എന്ന് മിഅ്റാജിന്റെ ഹദീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അള്ളാഹ്ക്കത് അറിയുമല്ലോ. ഹബീബായ നബി മൂസ നബിയെ കാണും, അത് കുറച്ചു തരാൻ വേണ്ടി ചോദിക്കും. എന്നാ പിന്നെ ആദ്യമേ അള്ളാഹ്ക്ക് 5 വക്ത് കൊടുത്തുകൂടായിരുന്നോ? എന്തിനാ പിന്നെ 50 കൊടുത്തത്? അള്ളാഹു വെറുതൊരു കാര്യം ചെയ്യില്ല. വല്ലാഹു അസീസുൻ ഹകീം. അള്ളാഹുവിന്റെ ഓരോ പ്രവർത്തനത്തിലും അള്ളാഹു തആല യുക്തിഭദ്രമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. എന്തിനാ പിന്നെ 50? എന്തിനാ പിന്നെ 50? ആശയം എന്താന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ 50 വക്ത് നിസ്കാരമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ 24 മണിക്കൂർ സമയത്തിൽ നമുക്ക് വിശ്രമിക്കേണ്ട 8 മണിക്കൂർ വിശ്രമം, ഉറക്കിന്റെ സമയം, വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 16 മണിക്കൂർ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കേണ്ടവരായി മാറുമായിരുന്നു. എങ്ങനെ? ഒരു നിസ്കാരത്തിന് വേണ്ട ശരാശരി സമയം, ആ നിസ്കാരത്തിന് ഒരുങ്ങാനും വുളൂ ചെയ്യാനും ശരീരം വൃത്തിയാവാനും അതിന്റെ സുന്നത്തെടുക്കാനും ഒക്കെയായി 20 മിനിറ്റ് സമയമാണ് മാക്സിമം കാണേണ്ടത്. അതിലേറെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാവാം. ഒരു ഏകദേശം ഒരു നിസ്കാരത്തിന് 20 മിനിറ്റ്. അപ്പൊ 5 വക്ത് നിസ്കാരത്തിന് എത്ര മിനിറ്റ്? എത്ര മിനിറ്റ്? 100 മിനിറ്റ് അല്ലേ? കണക്ക് ശരിയല്ലേ? 100 മിനിറ്റ്. 5 വക്ത് നിസ്കാരത്തിന് നമ്മൾ അള്ളാഹുവിന് വേണ്ടി 24 മണിക്കൂറിൽ ബാക്കി വെക്കേണ്ടത് 100 മിനിറ്റ്. അത് 50 വക്താകുമായിരുന്നുവെങ്കിൽ അത് 1000 മിനിറ്റുകളാണ്. 1000 മിനിറ്റ് എന്ന് പറയുന്നത് 16 ചില്ലറ മണിക്കൂറുകളാണ്. 16 മണിക്കൂർ എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ 8 മണിക്കൂർ മൈനസ് ചെയ്താൽ കിട്ടുന്ന മനുഷ്യന്റെ പ്രവൃത്തി സമയമാണ്. അതിന്റെ അർത്ഥം എന്താണ്? 5 നേരത്തെ നിസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ നീ വിചാരിക്കല്ലേ ഞാൻ നിസ്കാരത്തിന് പുറത്തു പോന്നു, ഇനി ആവുന്നതാവാം എന്ന് വിചാരിക്കല്ലേ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ ഉറങ്ങുന്നവരെ നിസ്കാരത്തിൽ എന്ന വണ്ണം, അള്ളാഹുവിന്റെ മുമ്പിലാണെന്ന വണ്ണം നീ അള്ളാഹുവിന്റെ നിസ്കാരം നിർവഹിക്കുകയാണെന്ന ബോധത്തിൽ നടക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് തിൽക ഖംസത്തുൻ ബിഖംസീൻ, നബിയെ ആ 5 നിസ്കാരങ്ങൾക്ക് 50ന്റെ കൂലി ഞാൻ തരാമെന്ന് അള്ളാഹു പറയുന്നത്. 50 ആയിരുന്നുവെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പോലും സമയം കിട്ടാത്ത വിധം നമ്മൾ ഇബാദത്തിൽ വ്യാപൃതരാകേണ്ടി വരുമായിരുന്നു. അതാണ് അള്ളാഹു 5 ആക്കി ചുരുക്കി തന്നത്. അതിനർത്ഥം പള്ളിയിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ പിന്നെ വട്ടിപ്പലിശയുടെ ഏർപ്പാട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കണ്ണുകളെ അടിച്ചിടുന്നത്, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗീബത്ത് നമീമത്തുകളെ നിസ്കാരത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ ഇത് ചെയ്യാറുണ്ടോ? അതുപോലെ ആവണം. തക്ബീർ ചൊല്ലി സലാം കൊണ്ട് അവസാനിക്കുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞു, എന്റെ റബ്ബിന്റെ പരിധിയിൽ നിന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് വിചാരിക്കല്ലേ. നീ അള്ളാഹുവിന്റെ സർവിലിയൻസ് ക്യാമറക്ക് മുമ്പിലാണ്, അള്ളാഹുവിന്റെ നോട്ടത്തിന് മുമ്പിലാണ് എന്ന ബോധം 24 മണിക്കൂറിൽ മനുഷ്യന്റെ വിശ്രമം കഴിഞ്ഞ മുഴുവൻ സമയവും മനുഷ്യൻ ആവശ്യമായി വരുമായിരുന്നു. ആ വലിയൊരു ആശയം പഠിപ്പിക്കാനാണത്രേ 50 വക്ത് നിസ്കാരം അള്ളാഹു നൽകിയതെന്ന് ആ ഹദീസുകളെ മഹാന്മാർ വ്യാഖ്യാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇബാദത്തിന്റെ ഒരു മധുരമുണ്ട്. ആ മധുരം അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചർച്ച ആരംഭിച്ചിട്ട് 58 മിനിറ്റായി. 1 മണിക്കൂറിന് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്നാൽ പിന്നെ ഒന്ന് എഴുന്നേറ്റ്, സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, അല്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഒരു ചെറിയൊരു വാമപ്പ് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് കയ്യൊക്കെ ഒന്ന് പൊക്കിയാൽ നല്ല റാഹത്ത് തോന്നും. ചെറുതായിട്ടൊന്ന് ചെറിയൊരു എക്സസൈസ് അല്ലേ, ഒന്ന് ഊര് വലിഞ്ഞ് ആ കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഒന്ന് നോക്കി. അൽഹംദുലില്ലാ. 3 സ്വലാത്ത് ചൊല്ലാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. ഇനി ഒരു 60 മിനിറ്റും കൂടെ ഇരിക്കണം. നല്ല ചൂടുണ്ടല്ലേ? എനിക്കൊന്ന് മലപ്പുറത്തിലേറെ ചൂടുണ്ട് തോന്നുന്നു, എറണാകുളം ജില്ലയിൽ നല്ല ചൂട്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന് ചൂടാകുമ്പോൾ
ഒരു മഴ കിട്ടിയെങ്കിലെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം വരും. അപ്പോൾ പിന്നെ മഴക്കാലം തുടങ്ങും. മഴ കൊണ്ട് റബ്ബേ ഈ മഴ നിർത്തി തന്നാൽ മതിയായിരുന്നേനെ. അപ്പോൾ പിന്നെ ചൂടുകാലം. സുബ്ഹാന, കാലാവസ്ഥയെ യുഖല്ലിബുൽ ലൈല വന്നഹാർ, ഈ കാലാവസ്ഥയെ ചൂടുന്ന തണുപ്പിലേക്കും സമശീതോഷ്ണത്തിലേക്കും ഇങ്ങനെ അള്ളാഹു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം ബോറടിച്ചേനെ അല്ലേ? അള്ളാഹു ഓരോന്നിങ്ങനെ മാറ്റിത്തരികയാണ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ റമദാനൊക്കെ വരികയാണ്, അള്ളാഹു ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ. ഇവിടുന്ന് റമദാനിൽ ഉഷാറുണ്ടോയെന്ന് ഈ റജബിൽ അറിയാൻ പറ്റുന്ന, റജബിൽ ഇങ്ങനെ പിടുത്തം വിട്ട് നടക്കുകയാണെങ്കിൽ റമദാനും ഇങ്ങനെ തന്നെ ആയിരിക്കുന്ന. അതിനാണ് ഈ റജബ് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാനാ, ആളെത്താനായി എന്ന്.